ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിൽ പേഴ്സിക്കെതിരെയും അതുപോലെ തന്നെ PSM മക്കാസർ എന്ന ക്ലബ്ബും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. നമുക്കറിയാം, പേഴ്സിക്കെതിർക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന അഡ്രിയാൻ ലൂണ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിൽ പേഴ്സിക്ക് 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മത്സരത്തിൽ ലൂണയുടെ എതിരാളിയായിക്കൊണ്ട് മറ്റൊരു താരമുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പരിചയമുള്ള താരമാണ് ഡെയ്സുക്കെ സക്കായി. ജാപ്പനീസ് താരമായ ഇദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അഡ്രിയാൻ ലൂണക്കൊപ്പം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ PSM മക്കാസറിന്റെ ഭാഗമാണ്. അഡ്രിയാൻ ലൂണയും ഡെയ്സുക്കെ സക്കായിയും ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1-3 ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ സക്കായിയുടെ ക്ലബ്ബ് ലൂണയുടെ ക്ലബിനെ പരാജയപ്പെടുത്തിയത്. രണ്ടുപേർക്കും ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഡെയ്സുക്കെ സക്കായിക്ക് അഥവാ 75-ാമത്തെ മിനിറ്റിൽ സക്കായിക്ക് പുറത്ത് പോകേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ മത്സരത്തിന് ശേഷം സക്കായി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ലൂണയും സക്കായിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതിന് താഴെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവുമുണ്ട്. അങ്ങനെ 2 ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് ഈ ജാപ്പനീസ് താരം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സുഹൃത്തെ, എല്ലാത്തിനും നന്ദി. ഇതാണ് ഇപ്പോൾ ഡെയ്സുക്കെ സക്കായി എഴുതിയിട്ടുള്ളത്. ഏതായാലും രണ്ടുപേരും ഒരിക്കൽ കൂടി ഒരുമിച്ചു എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം, ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ലൂണ കളിക്കേണ്ടതായിരുന്നു. പക്ഷേ ISLലെ പ്രതിസന്ധിയെ തുടർന്നാണ് അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്തോനേഷ്യയിലേക്ക് പറഞ്ഞയച്ചത്. ഏതായാലും ഈ സീസണിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനം എടുക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.